ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഗോവൻ ക്ലാസിക്കാണ് കേട്ടോ. ഇത് ഇങ്ങനെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് വണ്ടി. വണ്ടിയുടെ സ്പെക്കിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്രാവശ്യം നമുക്ക് പുറകിൽ നിന്ന് വരാം കേട്ടോ, കാരണം ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ റിയർ ഫെൻഡർ വന്നേക്കുന്നത് സിംഗാമിലാണ് കേട്ടോ ഇതിൻ്റെ മൗണ്ടിങ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഗാ മൗണ്ടഡ് ഫെൻഡേഴ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതിനകത്ത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റേ പോയേക്കുന്നത് സിംഗാമിലാണെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ പെയിൻറ്റിങ് കണ്ടോ, ഒരു അത്യാവശ്യം നല്ല രസമുള്ള ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അത് സിംഗാമിനകത്തും ഉണ്ട്. ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് സിംഗാമിനകത്തും ചേസിനകത്തും എല്ലാം കാണാനായിട്ട് പറ്റും കേട്ടോ. ഡബിൾ ക്രാഡൽ ഫ്രെയിം തന്നെയാണ് വന്നേക്കുന്നത്. പിന്നീട് മുമ്പോട്ട് വരുമ്പം ഈ സൈഡ് ബോക്സിനകത്ത് ഗോവൻ ക്ലാസിക് എന്ന് പറഞ്ഞൊരു എംബ്ലവും കാണാനായിട്ട് പറ്റും. ഒരു ക്ലാസിക് രീതിയിലൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടത്. പിന്നീട് മെയിൻ അപ്ഡേറ്റ് വന്നേക്കുന്നത് സീറ്റ്സിലാണ്. സീറ്റ്സ് വന്നേക്കുന്നത് ലെതർ സീറ്റ്സാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും ഇവിടെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട് കേട്ടോ. ഗോവൻ ക്ലാസിക് 350 എന്ന് പറഞ്ഞിട്ട്. ടാങ്കിലെ പെയിൻറ്റിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പ്രീമിയം രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ടാങ്കിൽ പുതിയതായിട്ടൊരു ഇൻഫിനിൻ്റെ ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ സൺ ഇൻസ്പയർഡ് ലോഗോ എന്നാണ് പറയുന്നത്. ഏകദേശം സൂര്യൻ്റെയൊക്കെ കൂട്ടി നമുക്ക് തോന്നും. അതുകൊണ്ട് സൺ ഇൻസ്പയർഡ് ലോഗോ എന്നാണ് പറയുന്നത്. പിന്നീട് മെയിനായിട്ട് വന്നേക്കുന്നത് വെച്ചാൽ എഞ്ചിൻ കേസിങ് കുറച്ചും കൂടെ ഗ്ലോസി ആക്കിയിട്ടുണ്ട്. നമുക്ക് നോർമൽ 350 ക്ലാസിക്കിനകത്തെല്ലാം മാറ്റ് ഫിനിഷ് എഞ്ചിനും പിന്നീട് ക്രോം ഫിനിഷ് എഞ്ചിനും ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ അത്യാവശ്യം ഗ്ലോസി ടൈപ്പ് എഞ്ചിനാണ്, കേസിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സൈലൻസർ കോട്ടിങ്ങും എല്ലാം അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷിലാണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നീട് ഫ്രണ്ടിലേക്ക് വരുമ്പം വൈറ്റ് വോൾ ടയേഴ്സ് ഫ്രണ്ടിലും കാണാനായിട്ട് പറ്റും. ക്രോസ് ബോക്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് ക്രോസ് ബോക്സ് ആണ്. ഇതിൽ ട്യൂബ്ലെസ് ടയറുമാണ് വരുന്നത്. സ്പോക്ക് വീലിൽ തന്നെ ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. ആ വൈറ്റ് വോൾ ടയേഴ്സൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വൈബ്രയുടെ ഫ്രണ്ട് ബ്രേക്കിംഗ് ആണ് വന്നേക്കുന്നത്. LED ഹെഡ്ലൈറ്റും LED ഇൻഡിക്കേറ്റേഴ്സും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ നമ്മുടെ ഏപ്പ് സ്റ്റൈൽ ഹാൻഡിൽ ബാറും വരാം. ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ ഭയങ്കര രസമാണ് കേട്ടോ. കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും, നല്ല രസമുണ്ടോ നോക്കി. ഇത് ഏപ്പ് സ്റ്റൈൽ ഹാൻഡിൽ ബാർ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. അത്യാവശ്യം ബോബേഴ്സിനെല്ലാം ഇങ്ങനൊരു ഹാൻഡിൽ ബാർ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങളുടെ നിയറസ്റ്റ് ഷോറൂമിൽ വണ്ടി ഉണ്ടാവും. അപ്പം നിങ്ങൾ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലാസിക് 350 എടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ബോബേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മീറ്ററിനകത്ത് നമ്മൾ നേരത്തെ ക്ലാസിക്കിൽ കണ്ടുവരുന്ന പോലെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും ഉള്ളത്. പക്ഷേ ഈ ഒരു പോർഷനൊക്കെ നല്ല അത്യാവശ്യം ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ഉണ്ട്. കീ ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് മീറ്ററിനകത്ത് ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഗിയർ ഏത് ഗിയറിലാണെന്ന് അറിയാനായിട്ട് പറ്റും. ടൈം, ഓഡോമീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2. ഇവിടെ നോക്കുമ്പോഴത്തേന് നമുക്ക് ട്രിപ്പർ കോഡും കാണാനായിട്ട് പറ്റും കേട്ടോ. ട്രിപ്പർ നാവിഗേഷൻ സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയൊക്കെ സ്ഥിതിക്ക് നമുക്ക് എക്സോസ് നോട്ടും കൂടെ ഒന്ന് കേട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം കീ ഓൺ ചെയ്യാം. സ്വിച്ച്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വരുന്നത്. ഒരു റൈഡിങ് എക്സ്പീരിയൻസ് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.